കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ പ്രേമികൾക്കും ഏഷ്യ ലൈവ് TV-യിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഇതൊരു കമൻ്റാണ്. കൊച്ചുകുട്ടികൾ പേടിപ്പെട്ടാൽ എന്തു ചെയ്യണം? രാത്രിയിൽ കിടന്ന് ഞെട്ടി ഉണർന്നാൽ എന്തു ചെയ്യണം? അത് എന്തുകൊണ്ടാണ് സാറേ? കൊച്ചുകുട്ടികൾ നമ്മൾ പഴയ കാലം തൊട്ട് പറയുന്ന ഒരു ആചാരങ്ങളൊക്കെ ഉണ്ട്. കാരണം കൊച്ചുകുട്ടികൾക്ക് നമ്മൾ 28 കെട്ടിന് മുമ്പാണെങ്കിലും കണ്ണെഴുതി ഒരു പൊട്ട് തൊട്ടൊരു ചെറിയ കറപ്പെങ്കിലും തൊട്ട് കൊടുക്കും. കണ്ണ് കിട്ടാതിരിക്കുക, കണ്ണും ദോഷമൊക്കെ ഏശാനായിട്ട് ഏറ്റവും നല്ല കുട്ടികളൊക്കെ ആണെങ്കിൽ, നല്ല കുട്ടികളെ എല്ലാം നല്ല കുട്ടികളാണ്, കൊച്ചുകുട്ടികളെല്ലാം നല്ല കുട്ടികളാണ്. ഇച്ചിരി വണ്ണവും ഇച്ചിരി ഇതൊക്കെയുള്ള ഒരു അവസ്ഥാന്തരത്തിലിരിക്കുന്ന കുട്ടിയാണ്. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ നോക്കിയിട്ട് ഇത്രയും വണ്ണം ഉണ്ടോ, അല്ല ഇത്ര വണ്ണം ഇല്ലയോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ കുട്ടികൾക്ക് കണ്ണീർ പറ്റുക എന്നുള്ളൊരു ഒരവസ്ഥ ഉണ്ട്. ചിലർ പറഞ്ഞ അച്ചട്ട കണ്ണീർ അനുഭവമുള്ളത്. അതുകൊണ്ടാണ് എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ, എത്രയോ ആൾക്കാർ. അപ്പം ചില കണ്ണേറെന്നൊക്കെ പറഞ്ഞാൽ ജന്മത്തിൽ പോകാത്തൊരവസ്ഥാന്തരത്തിലുള്ള കണ്ണേറാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ ജ്യോതിഷന്മാരും ഒക്കെ പറയുന്നത് ഇത് വിശ്വാസമാണെങ്കിലും അന്ധവിശ്വാസം. ഒരിക്കലും ജ്യോതിഷം അന്ധവിശ്വാസമല്ല. അന്ധമായിട്ട് വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നത്, ജ്യോതിഷത്തെ വിശ്വസിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരിക്കലും ജ്യോതിഷം ഒരു അന്ധവിശ്വാസമേ അല്ല. നമ്മളെ നേരെ വഴിക്ക് നയിക്കാൻ വേണ്ടിയാണ് ജ്യോതിഷം. അല്ലെ മോശത്തിലേക്ക് പോകാൻ വേണ്ടി ഒരു ജ്യോതിഷന്മാരും പറയുന്നില്ല. 2 പൂജ നടത്താൻ പറഞ്ഞാൽ ഉടനെ മോശമാണോ? പിന്നെ തട്ടിപ്പ് നടത്തുന്നവരുണ്ട്. അത് നിങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. 5, 8, 10 പേരെ നിർത്തി ഒരുമിച്ച് പൂജ നടത്തുക. ഞാൻ ഇന്നാളെ പറഞ്ഞ പോലെ എന്താ കൗബീനം പോലും തോൽക്കാത്ത ഉത്തരീയ ഇടുക. അവർ ആൾക്കാരെ പഠിപ്പിക്കുക. അതാണ് ഇതിലൊക്കെ. സ്വന്തം ഗുരുക്കന്മാരെ പോലും നിന്ദിക്കുന്ന ഒരു മറ്റുള്ളവരെ പഠിപ്പിക്കുക. അപ്പോൾ അവരെ എങ്ങനെ ആയിരിക്കും കാണുക? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജ്യോത്സ്യന്മാരുണ്ട്. പാണ്ഡ്യയന്ത്രങ്ങൾ എന്നാണ് പറഞ്ഞത്. പാണ്ഡ്യയന്ത്രങ്ങൾ, തമിഴ്നാട്ടിൽ നിന്ന് വരുത്തുന്ന യന്ത്രങ്ങൾ. ഒരു നല്ല ജ്യോത്സ്യനാണെങ്കിൽ നാരായണൻ കൊണ്ട് കൈകൊണ്ട് എഴുതിയാണ് കൊടുക്കുന്നത്. ഈ പ്രശസ്തന പ്രഗത്ഭന എന്നൊക്കെ പറയുന്നത് എല്ലാം അച്ചാണ്. പിന്നെ പൂജ എന്ന് പറഞ്ഞാൽ 5-6 കരിക്കും വെക്കും, ഒരു സമാനം വെച്ചിട്ട് ഒരൊറ്റ പൂജയാണ്. അത് 50,000 കുറഞ്ഞ പൂജയില്ല. 35,000 50,000 കുറഞ്ഞ പൂജ. സത്യമല്ലേ? എല്ലാവരും കഷ്ടപ്പെട്ട് ചെല്ലുന്നതാണ്. 1 ലക്ഷം 1.5 ലക്ഷം. സത്യം പറഞ്ഞ് ഇവരുടെയൊക്കെ ഈ മക്കളെ എങ്ങനെ ആഹാരം കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു ജ്യോത്സ്യൻ തന്നെ. പക്ഷേ ജ്യോത്സ്യൻ കിട്ടുന്ന ദർശനം കൊണ്ട് ജീവിച്ചു പോകുന്നൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. മേടിക്കാനും താല്പര്യപ്പെടുന്നില്ല. എത്ര ഇതൊക്കെയായെന്ന് പറഞ്ഞാൽ. കണ്ണും ദോഷം മാത്രമല്ല, കരച്ചിലും. കൊച്ചുകുട്ടികൾ രാത്രി കിടന്ന് കരയുന്നതൊക്കെ അത് ഡോക്ടേഴ്സൊക്കെ വേറെ രീതിയിൽ പറയും എങ്കിൽ തന്നെയും കുറച്ചൊക്കെ വിശ്വാസങ്ങൾ നമുക്കൂടെ വേണം. വിശ്വാസം ഇല്ലാതിരിക്കില്ല. അല്ലെ പിന്നെ എന്തിനാ പ്രസവ സമയത്ത് ഇരുമ്പിൻ്റെ മോതിരം ഉണ്ടാക്കിയിടുക? നേഴ്സുമാർ തന്നെ പറയല്ലോ. രാത്രി കാലങ്ങളിൽ പിച്ചാത്തി വെച്ചുകൊണ്ട് കിടക്കുന്നത്. ഇതൊക്കെ ഇതിനകത്തുള്ളതാണെന്നേ, സംശയമില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ ഏത് അന്ധവിശ്വാസി വിശ്വസിച്ചു പോകും? ഒരാളെ ഇവിടെ എൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അവിശ്വാസിയായിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരനുണ്ട്. ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങളുടെ തന്നെ ഇവിടെ അടുത്തടുത്തൊരു ആക്സിഡൻറ്റ് കൊണ്ട് നടക്കുകയും ഒരു 2-3 ചോട്ടടി അപ്പുറത്ത് ഇദ്ദേഹം നിൽക്കുന്നു, ഞാനിപ്പുറത്ത് നിൽക്കുന്നു. അതിന് പെട്ടെന്ന് പുള്ളിക്ക് മനസ്സിലായില്ല. അയ്യോ എൻ്റെ ദൈവം എന്നൊരൊറ്റ വിളി. ഞാൻ അന്നേരം തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ദൈവത്തെ വിളിക്കുമോ? അന്നേരം തന്നെ ഞാൻ ചോദിച്ചു. കാര്യം അപ്പോൾ മനസ്സിൽ ദൈവമില്ലേ? ഒരു മനുഷ്യനില്ല. ഇവർ ഈ പറയുന്നതൊക്കെ ചുമ്മാതാന്നേ. ഇവർക്ക് ഈശ്വരനില്ല. പ്രഹസനങ്ങൾ മാത്രം. ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാം, വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കൂ. ഇതൊക്കെ വിശ്വസിക്കുന്ന സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നില്ല. ആരെ ഇതിനകത്തോട്ട് കൊണ്ടുവരാനോ വിശ്വസിക്കണമെന്നോ ഞാൻ പറയില്ല.
ഓട്ടോമാറ്റിക്കലി മനസ്സിലുണ്ട്. പിന്നെ ആ പ്രഹസനം ഇങ്ങനെ ഞാൻ പറയത്തില്ലേ, അത് തന്നെ ഒരു ജ്യോതിഷമാണ്. അതിങ്ങനെ കിടക്കും പ്രഹസനം എന്ന് പറയുന്ന സംഭവം. എന്ന് പറഞ്ഞ പോലൊരു സംഭവമാണ് ഈ ഞെട്ടലോട് മറ്റേ ആൾ തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞതുപോലൊരു സംഭവമാണ് കൊച്ചുകുട്ടികൾ പേടിക്കുക. അത് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മളെക്കാളും നമ്മളൊക്കെ പറയത്തില്ലേ പൂച്ച, പട്ടി, ഇതിനൊക്കെ ആ പ്രപഞ്ചത്തിലെ നമ്മൾക്ക് കാണാൻ വയ്യാത്തതായിട്ടുള്ള ഏതൊരു കാര്യത്തിനെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കൊച്ചുകുട്ടികൾ എന്നാണ് പഴയ ആചാര്യന്മാർ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇതിന് മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് ഇത് കിടന്ന് കരയുകയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ നോക്കുക, ഈ കരയുന്ന സമയത്ത് ഒരല്പം ഭസ്മവും നോതി ജപിച്ചിട്ട് അതിനിട്ട് നോക്കിക്കേ, കരച്ചിൽ നിർത്തുക. എന്തുകൊണ്ടാണ് കരച്ചിൽ നിർത്തുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം അതിനൊരു പവറില്ലേ? എന്തെങ്കിലും ഒന്നില്ലാതെ അത് കരച്ചിൽ നിർത്തുമോ? അപ്പോൾ അതുപോലെ കൊച്ചുകുട്ടികളോടത്ത് നാമജപമൊക്കെ ഏറ്റവും, ബാലായ്മയൊക്കെ കഴിഞ്ഞതിന് ശേഷം നാമജപമൊക്കെ ഏറ്റവും നല്ലതാണ് കൊച്ചുകുട്ടികളോടത്ത്. നാമജപം, അതുപോലെ തന്നെ രാമായണ പാരായണം, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ക്ഷേത്ര ദർശനങ്ങൾ, അതുപോലെ സ്ഥലരക്ഷകളൊക്കെ, വീടിന് 4 മൂലയ്ക്ക് സ്ഥലരക്ഷകളൊക്കെ ചെയ്തിടുക. ആ വീടിൻ്റെ ഒരു നെഗറ്റീവ് എനർജി, ഒരു നെഗറ്റിവിറ്റി ഉണ്ടാകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അർദ്ധരാത്രിയിൽ നമുക്ക് പോകാൻ, ഇരുട്ടുള്ളിടത്തൂടെ പോകാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ അവിടെ ഒരു വെട്ടം വീണാലോ, വെട്ടം ഉണ്ടേ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പോകും. മൊത്തം നല്ലതായിട്ട് വെട്ടം പ്രകാശിച്ച് കിടക്കുകയാണ്, എന്നാൽ കറണ്ട് ഒന്ന് പോട്ടെ, ഭയങ്കര പേടിയായിരിക്കും അല്ലേ? ഇരുട്ടിനെ പേടിയായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഇരുട്ടത്ത് പോലും കാണാൻ കഴിയുന്നത്ര ശക്തിമത്തായിട്ടുള്ള, ഒന്നും അറിയാൻ പറ്റാത്ത ഈശ്വരനാണ്, ഒന്നും അറിയാൻ വയ്യാത്ത കൊച്ചുകുട്ടികളാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടികൾ കരഞ്ഞു കഴിഞ്ഞാൽ ഓതി ഇടണമെന്നും അതുപോലെ ചരട് ജപിച്ച് കെട്ടണമെന്നും ഒക്കെ പറഞ്ഞ്. ചരടൊക്കെ ജപിച്ച് കിട്ടിയാൽ 60 നാഴിക്കുള്ളതേ ഉള്ളൂ. പക്ഷേങ്കിൽ ആ സാഹചര്യത്തിൽ അത് ചെയ്ത് കഴിയുമ്പോൾ അത് മാറുന്നുണ്ട്. അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും നാനാജാതിക്കാരും അങ്ങനെ ചെയ്യാറുണ്ട്. രാത്രികാലങ്ങളൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ അടുക്കൽ ഒരുപാട് ആൾക്കാർ ജപിച്ചിടുക എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പം ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാവമാണ്. ഇതൊന്നും നമ്മൾ തള്ളിക്കളയരുത്. പറഞ്ഞു വെച്ചാൽ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എന്തെങ്കിലും കണ്ണ് കിട്ടുമോ അല്ലെങ്കിൽ കണ്ണീർ തട്ടുമോ ഒക്കെ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ജീവൻ തന്നെ മുരടിച്ചു പോകുമെന്നാണ് പറയുക. എന്നൊക്കെയുള്ള ഒരു അവസ്ഥാന്തരമുണ്ട്. അപ്പോൾ അതിൻ്റെ അതാത് സമയങ്ങളിലൊക്കെ അതാത് പരിഹാരം. നമ്മൾ എന്തിനു മസിൽ പിടിക്കുന്നു, നമുക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു. ഇതിനൊക്കെ നമ്മൾ മസിൽ പിടിച്ചിട്ട് നമ്മൾ ആ ഒരു അഹങ്കാര രീതിയിൽ അല്ലെങ്കിൽ ഒരു ധാർഢ്യത്തോട് കാണുന്നതുകൊണ്ടാണ്. നമ്മൾ സൗമ്യമായിട്ടും ഈശ്വര വിശ്വാസത്തോടും താണ നിലത്തെ നീരോടും അവിടെ ദൈവം തുണയേകൂ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ താഴ്ന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോഴേ നമുക്ക് വലിയ കാര്യങ്ങളെക്കുറിച്ച്, ചെറിയ കാര്യമാണെങ്കിലും അത് വലുതാണെന്നുള്ള മനസ്സിലാക്കാൻ നമുക്ക് കഴിയുള്ളൂ, ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കുട്ടികളുടെ കരച്ചിലൊക്കെ മാറാനുള്ള സാധ്യതാവസ്ഥയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സയവുമായ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.